Hi friends, welcome back to our channel. 4ാം ക്ലാസ്സിന്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് ആൻഡ് ബിയോണ്ട് 1000. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് ആണ് എടുക്കാനുള്ളത്. അപ്പൊ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് നോക്കാം. യൂണിറ്റ് 2 ബിയോണ്ട് 1000. The race is on. The Toto car is the first. See its number. അപ്പൊ എന്താണ്, റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റേസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ആരാണ്? ടോട്ടോ കാറാണ് മുന്നില്. ഓക്കെ, അപ്പൊ അതിന്റെ നമ്പർ നമുക്ക് നോക്കി നോക്കാം. അതിന്റെ നമ്പർ എത്ര? 1000 ആണല്ലേ, 1000 ആണ് അതിന്റെ നമ്പർ. അടുത്തത് എന്താ? Find the relation. Find the relation between the numbers and find the relation between the numbers and write the numbers in the empty cells. അപ്പൊ എന്ത് ചെയ്യണം? ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇത് നമുക്ക് നോക്കി നോക്കാം. 9 കഴിഞ്ഞപ്പോൾ 10, 100 കഴിഞ്ഞാൽ 101. അപ്പൊ ഇവിടെ 110 ആണ്. അപ്പൊ 110ന്റെ തൊട്ട് മുന്നുള്ള സംഖ്യ എന്താ വരിക? 109. ഓക്കെ, ഇനി 199 ആണ്. അപ്പൊ 199 കഴിഞ്ഞാൽ പിന്നെ ഏതാ അടുത്ത സംഖ്യ? 200. അപ്പൊ +1 ചെയ്തിട്ടുള്ള ഇതാണ് അപ്പുറത്തെ ബോക്സിൽ കിടക്കുന്നത്. ഇനി 280 ആണ് ഇവിടെ. അപ്പൊ മേലെ എന്ത് വരും? 279. ഇനി 500 ആണ്. 500ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്ര വരും? 501. ഇനി 667 ആണ്. അപ്പൊ ഇവിടെ 666 വരും. ഇവിടെയാണെങ്കിലോ 909 ആണ്. അപ്പൊ ഇവിടെ 910 വരും. ഇവിടെ 990 ആണ്. അപ്പൊ ഇവിടെ 989 വരും. ഇവിടെ 999 ആണ്. അപ്പൊ ഇവിടെ +1 ചെയ്താൽ ഇവിടെ എത്ര വരും? 1000 വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ആക്ടിവിറ്റി ചെയ്യേണ്ടത്. കളർ ടോട്ടോ കാർ. ടോട്ടോ കാറിനെ കളർ ചെയ്യാണ്. Find the numbers you have written in the picture below. Color those parts. അപ്പൊ എന്ത് ചെയ്യണം? Find the numbers you have written in the picture. ഇതില് എന്താണ് എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് നോക്കുക. എന്നിട്ട് ആ നമ്പേഴ്സ് ഒക്കെ ഉള്ളിടത്തൊക്കെ എന്ത് ചെയ്യുക? കളർ ചെയ്യുക. അപ്പൊ കൂട്ടുകാരെ എന്ത് ചെയ്യണം? അത് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്തത് നമുക്ക് നോക്കി വെക്കാം. These are the friends of Toto car. അപ്പൊ നമ്മൾ നേരെ പറഞ്ഞ ടോട്ടോ കാറിന്റെ ഫ്രണ്ട്സ് ആണ് ഇവരൊക്കെ. Find their numbers from the clues and write on their number plates. അപ്പൊ ഇതിന്റെ നമ്പർ പ്ലേറ്റ്സും നമുക്ക് ഇതിന്റെ പേര് എഴുതണം. അപ്പൊ ഇത് എത്രയാണ്? 800, 4 10s, 2 1s. അപ്പൊ ഇത് എത്രയായിരിക്കും? 800, 4 10s and 2 1s. അപ്പൊ 842 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് 1 less than 910. 910ൽ നിന്ന് 1 കുറവ്, അതായത് എത്ര? 909. 909. The largest 3-digit number എത്രയാണ്? The largest 3-digit number, ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാണ്? 999 ആണ്. ഇനി എന്താ? 1 more than the largest 2-digit number. largest 2-digit number 99 ആണ്. അതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയത് എത്രയാണ്? 100 ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. Wow, 1000. അപ്പൊ ഇനി നമ്മൾ 1000നെ കുറിച്ചിട്ടാണ് പറയുന്നത്. Read my number. ഇത് എത്രയാണ്? ഇതാണ് എത്ര? 1000. 130. അപ്പൊ അതിനെയാണ് നമ്മൾ 1000 എന്ന് പറയാ. My number is the smallest 4-digit number. അപ്പൊ ഈ 1000 എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയാണ്. ഇനി അടുത്തത് എന്താ? Join them. Find the pairs of vehicles whose numbers add up to Toto car's number. Draw lines to join them. എന്താണ്? ഇതും കൂടി കൂട്ടിയിട്ട് ടോട്ടോ കാറിന്റെ നമ്പർ കിട്ടണം. ടോട്ടോ കാറിന്റെ നമ്പർ എത്രയാണ്? 1000. നമ്മളൊന്ന് മറിച്ച് നോക്കിയാൽ ആദ്യത്തെ ഭാഗത്ത് പറയുന്നുണ്ട് ടോട്ടോ കാറിന്റെ നമ്പർ 1000 ആണെന്ന്. ഇവിടെയും കൊടുത്തിട്ടുണ്ട് 1000.
അപ്പൊ എന്താ, ഇതും കൂടി കൂട്ടിയ 1000 കിട്ടണം. അപ്പൊ ആ രീതിയിൽ നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ 505ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 1000 കിട്ടുക? 505ന്റെ കൂടെ 495 കൂട്ടിയാൽ നമുക്ക് 1000 കിട്ടും. വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 505 പ്ലസ് 495, 5 5 10, ബാക്കി 1, 9 പ്ലസ് 1 10, ബാക്കി 1 10, 1000. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഈ 505 ഇങ്ങോട്ട് മാച്ച് ചെയ്യാ. ഓക്കെ, നെക്സ്റ്റ് ആണ് 999. 999ന്റെ കൂടെ നമുക്കറിയാം അടുത്ത സംഖ്യയാണ് 1000. അപ്പൊ അതിന്റെ കൂടെ എത്രയാണ്? 1 ആണ് കൂട്ടേണ്ടത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുക. ഓക്കെ, ഇനി 750. 750ന്റെ കൂടെ എത്ര കൂട്ടണം? 750ന്റെ കൂടെ 250 നമുക്ക് കൂട്ടി നോക്കാം അല്ലെ. അപ്പൊ 0 5 5 10, ബാക്കി 1 1000. അപ്പൊ എത്രയാണ്? 1000 ആണ്. അപ്പൊ നമ്മള് ഇത് ഇങ്ങോട്ട് വരക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് 990 ആണ്. 990ന്റെ കൂടെ നമുക്ക് 10 ആഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 1000 കിട്ടും. അപ്പൊ ഇത് ഇങ്ങോട്ട് വരക്കുക. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ 900 ആണ്. 900ന്റെ കൂടെ 100 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 1000 കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങോട്ട് വരക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഇത് മാച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. ജസ്റ്റ് വൺ മോർ. വാട്ട് ഈസ് ദ നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്? അപ്പൊ അബാക്കസിൽ കാണിച്ചു തന്നിട്ടുള്ള നമ്പർ ഏതാണ്? അപ്പൊ നമുക്കറിയാം അബാക്കസിൽ എങ്ങനെയാണ് നമ്പർ കണ്ടുപിടിക്കുക? 1 2 3 4 5 6 7 8 9. അപ്പൊ അത് മൂന്ന് ഭാഗമാണ്. വൺസിന്റെ പ്ലേസ്, ടെൻസിന്റെ പ്ലേസ്, ഹൺഡ്രഡിന്റെ പ്ലേസ്. അപ്പൊ 3 ഭാഗത്തെ നമ്പേഴ്സ് ആണ് വരിക. അപ്പൊ വൺസിന്റെ പ്ലേസിൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9. അപ്പൊ നമുക്ക് 9 കിട്ടി. ഇവിടെയാണെങ്കിലോ ടെൻസിന്റെ പ്ലേസിലോ 1 2 3 4 5 6 7 8 9. ഇവിടെ 9 ആണ്. ഇവിടെയാണെങ്കിലോ 1 2 3 4 5 6 7 8 9. ഇവിടെയും 9. അപ്പൊ ഏതായിരുന്നു ആ അബാക്കസിത്തെ നമ്പർ? 999. If we add one more, നമ്മൾ ഒന്നും കൂടി ആഡ് ചെയ്താൽ ആ നമ്പർ എത്രയാവും? 1000 ആവും. അപ്പൊ അതിവിടെ എഴുതി കൊടുക്കുക 1000. അപ്പൊ എങ്ങനെയാണ് നമ്മൾ 1000 ഈ അബാക്കസിൽ വരക്കുക? 1000 ആവുമ്പോ വൺസ് പ്ലേസിൽ 1 വരയ്ക്കണ്ട, അവിടെ ഒന്നുമില്ല. ടെൻസ് പ്ലേസിലും 1 വരയ്ക്കണ്ട, അവിടെ 0 ആണ്. ഹൺഡ്രഡ്സ് പ്ലേസിലും 1 വരയ്ക്കണ്ട, അവിടെയും 0 ആണ്. ആകെ 1000 പ്ലേസിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു മുത്ത് വരച്ചാ മതി. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. പെട്രോൾ പമ്പ്. പെട്രോൾ പമ്പ് എന്താ നോക്കി നോക്കാം. കാർസ് ഇൻ ദ റേസ് ഫിൽഡ് പെട്രോൾ ഫോർ 1000 rupees. അപ്പൊ 1000 രൂപക്ക് എന്ത് ചെയ്തു? ഈ കാറിലൊക്കെ പെട്രോൾ അടിക്കാണ്. ടോട്ടോ കാർ ഗേവ് 100 rupees note. How many notes? അപ്പൊ 1000 രൂപക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി 100 rupee നോട്ട് ആണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ടാവും? 100 into 10 ആണ് എത്ര? 1000. അപ്പൊ എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? എത്ര 100 രൂപ നോട്ട് കൊടുത്തിട്ടുണ്ടാവും? 10. ഓക്കെ, അപ്പൊ 100ന്റെ 10 നോട്ട് കൊടുത്താലാണ് 1000 രൂപ ആവുക. ഓക്കെ, ഇനി ടോമോ കാർ ഷേപ്പ് ഓഫ് 10 rupees notes. അപ്പൊ 10 rupee notes ആണെങ്കിൽ എത്ര എണ്ണം കൊടുക്കേണ്ടി വരും? 10 rupee നോട്ട് ആണെങ്കിൽ 10 into എത്രയാണ്? 10 into 100 ആണ് എത്ര? 1000. അപ്പൊ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ടാവും? 110 rupee notes കൊടുത്തിട്ടുണ്ടാവും. ഇനി 1 രൂപ റുപ്പി കോയിൻ ആണെങ്കിലോ 1000 എണ്ണം കൊടുക്കണം. അതായത് 1 into 1000 ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുള്ളൂ. അപ്പൊ 100 രൂപയുടെ നോട്ട് ആണെങ്കിൽ 10
നോട്ട് കൊടുത്താലാണ് 1000 രൂപയാവുള്ളൂ. ഇനി അങ്ങനെ തന്നെ 10 രൂപയുടെ നോട്ടാണെങ്കിൽ അത് 1000 ആവണമെങ്കിൽ 100 നോട്ട് കൊടുക്കണം. ഇനി 1 രൂപ കോയിൻ ആണെങ്കിൽ അത് 1000 ആവാൻ വേണ്ടിട്ട് നമ്മള് 1000 1 രൂപ കോയിൻ കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. കാർ റേസ് ആണ്. The car race is going on in the car race circuit. 1000 points are got for finishing each round. The numbers of rounds completed by each car is given below. Calculate their points. അപ്പൊ എന്താണ്? അപ്പൊ ഒരു കാറിന് ഒരു റൗണ്ട് ഫിനിഷ് ചെയ്താല് എത്രയാണ്? 1000 points ആണ്. 1000 points are got for finishing each round. അപ്പൊ ആദ്യത്തെ റൗണ്ടിന് മിക്കിക്ക് എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും? ഒരു റൗണ്ട് ആണ് ഫിനിഷ് ചെയ്തത്. അപ്പൊ എത്രയാണ്? ഒരെണ്ണം ചെയ്താല് 1000 പോയിന്റ് ആണ്. അപ്പൊ 1000 അങ്ങനെയാണെങ്കിൽ 5 റൗണ്ട് ചെയ്താല് 5000, 3 റൗണ്ട് ആണെങ്കിൽ 3000, 6 റൗണ്ട് ആണെങ്കിൽ 6000, 7 റൗണ്ട് 7000, 4 റൗണ്ട് ആണെങ്കിൽ 4000 ഓൾറെഡി തന്നിട്ടുണ്ട്. Then 8 റൗണ്ട് ആണെങ്കിലോ 8000, 9 റൗണ്ട് ആണെങ്കിൽ 9000, 10 റൗണ്ട് ആണെങ്കിൽ 10,000, 2 റൗണ്ട് ആണെങ്കിൽ 2000. According to the points scored by the cars, write their name in order. Write them in different ways. അപ്പൊ എന്താണ്? ഓർഡറിൽ എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏത് രണ്ട് പേരും നമ്മൾ എഴുതണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് എഴുതാം? ആദ്യം നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ടു ബിഗ്. എന്താണ് അസെൻഡിങ് ഓർഡർ? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ടു ബിഗ് ആണ്. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ ഏറ്റവും ചെറിയത് മുതൽ ഏറ്റവും വലുത് വരെ. അപ്പൊ ഏറ്റവും ചെറുത് ആരാണ്? ആദ്യം മിക്കി. പിന്നെ നമുക്ക് ആരെ പേര് എഴുതാം? മിക്കി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആരാ? ബോണിയാണ്. അപ്പൊ മിക്കി ടിക്ക് ഇടുക, ബോണിയാണ്. ദെൻ ബോണി നമ്മൾ എഴുതി. ദെൻ ബോണി കഴിഞ്ഞാൽ പിന്നെ 3000 ബഗ്ഗിയാണ് വരുന്നത്. ദെൻ നമ്മൾ ബഗ്ഗി എഴുതി, നമ്മൾ ടിക്ക് ഇട്ടു. പിന്നെ 4000 ആരാ? ഫ്ലോറയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഫ്ലോറ എന്ന് എഴുതി. ദെൻ ഫ്ലോറ കഴിഞ്ഞാൽ പിന്നെ 5000 സ്കൈബി ആണ്. ദെൻ സ്കൈബി. ദെൻ 6000 ആൽഫയാണ്, ആൽഫ. ദെൻ 7000 ടോമോ. Then 8000 ആരാ? ഫ്രെഡി. Then 9000 സ്പീഡി. Then 10,000 ആരാ? ടോട്ടോ. അപ്പൊ ഇതാണ് എന്ത്? ഒരു ഓർഡർ ആയിട്ടുള്ളത്. അതാണ് ഒരു ഓർഡർ, അസെൻഡിങ് ഓർഡർ ഫ്രം സ്മോൾ ടു ബിഗ്. ഓക്കെ, ഇനി നമുക്ക് സൈഡിൽ എന്താ? ഡിസെൻഡിങ് ഓർഡർ എഴുതാം. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ബിഗ് ടു സ്മോൾ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ലഭിച്ചത് ആർക്കാ? ടോട്ടോനാണ്. അപ്പൊ നമ്മൾ ആദ്യം ടോട്ടോ എഴുതി. ടോട്ടോ കഴിഞ്ഞാ പിന്നെ ആരാ? ടോട്ടോ കഴിഞ്ഞു. പിന്നെ ആരാ? പിന്നെ നമുക്ക് സ്പീഡി എഴുതാം, സ്പീഡി. ഓക്കെ, പിന്നെ നമുക്ക് ആരെ എഴുതാം? ഫ്രെഡി എഴുതാം, ഫ്രെഡി. പിന്നെ നമുക്ക് ആരെ എഴുതാം? ടോമോ എഴുതാം, ടോമോ. ദെൻ ആൽഫ എഴുതാം. ദെൻ ആൽഫ കഴിഞ്ഞാൽ സ്കൈബി എഴുതാം. ദെൻ സ്കൈബി കഴിഞ്ഞാൽ നമുക്ക് 4000 വരുന്ന ഫ്ലോറോ എഴുതാം. ദെൻ അത് കഴിഞ്ഞാലോ പിന്നെ 3000 ആണ് ചെറുത്, അതാരാ? ബഗ്ഗി എഴുതാം. ദെൻ അത് കഴിഞ്ഞാൽ 3000 കഴിഞ്ഞാൽ 2000 ആണ് ബോണി. ബോണി കഴിഞ്ഞാൽ നമ്മൾക്ക് 1000 വരുന്ന മിക്കി എഴുതാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഓർഡറിൽ വരിക. അപ്പൊ നമ്മൾ രണ്ട് ഓർഡറിൽ നമ്മൾ നോക്കി. അസെൻഡിങ് ഓർഡർ സ്മോൾ ടു ബിഗ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ ബിഗ് ടു സ്മോൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്താ? അടുത്ത ആക്ടിവിറ്റി ലെറ്റ്സ് ക്ലൈംബ് അപ്പ്. നമുക്ക് ക്ലൈംബ് ചെയ്യാം. അപ്പൊ എന്താണ്? ഇവിടെ 1000 വന്നിട്ടുണ്ട്.
1000, 2000. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 3000, ഇവിടെ 4000, ഇവിടെ 5000, 6000, 7000, 8000, 9000 and last 10,000. Okay. അപ്പൊ ഇവിടൊക്കെ 1000 ആണ്. അപ്പൊ ഇത് എങ്ങനെ 1000 കിട്ടിയെന്ന് അറിയോ? ഈ 1000 ആണ് ഇവിടെ വന്നത്. 2000 കൂട്ടിയപ്പോ ഈ 2000 വന്നു. 3000 കൂട്ടിയപ്പോ 3. അപ്പൊ ഇനി ഇവിടെ എന്തായിരിക്കും? 4000. 1000, 1000, 1000, 1000. അപ്പൊ ഇവിടെയോ 5000. 1000, 1000. അപ്പൊ ഇവിടെയോ? ഇവിടെ 6 പ്രാവശ്യം 1000 വരും. ഇവിടെ 7 പ്രാവശ്യം 1000 വരും. ഇവിടെയാണെങ്കിലോ? ഇവിടെ 8 പ്രാവശ്യം 1000. അപ്പൊ അങ്ങനെ എഴുതി പോവാ. then ഇവിടെയാണെങ്കിലോ? ഇവിടെ 9 പ്രാവശ്യം 1000 വരും. then അങ്ങനെ എഴുതുക. 9 പ്രാവശ്യം ഇവിടെ full 1000 എഴുതുക. then ഇവിടെയാണെങ്കിൽ 10 പ്രാവശ്യം 1000 വരും. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഇത് fill ചെയ്യേണ്ടത്? ഓക്കെ. അപ്പൊ ഇതിന്റെ ഒക്കെ സമ്മാണ് ഈ മേലെ വരുന്നത്. just a minute. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒക്കെ സമ്മാണ് ഇവിടെ വരുന്നത്. ഇതിന്റെ സം ഇവിടെ, ഇതിന്റെ 2ന്റെ സം ഇവിടെ, ഇതിന്റെ 3ന്റെ സം ഇവിടെ, ഇതിന്റെ 4ന്റെ സം ഇങ്ങനെ. അങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ. ഇനി എന്താ? ഓക്കെ. അപ്പൊ ഇതെന്താ? മിക്കിയുടെ, ബോണിയുടെ, ബഗ്ഗിയുടെ, ഫ്ലോറോന്റെ ഒക്കെ സ്പീഡാണ് ഇവിടെ പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എന്താ? ഡ്രോ ദ പോയിന്റ്സ്. കൈബി കാർ ഗോട്ട് an abacus. അപ്പൊ അവർക്ക് ഒരു അബാക്കസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതൊന്ന് നമുക്ക് വരക്കാം. 5 of thousands make 5000. അപ്പൊ എന്താണ്? 5000. 5 of thousands. അപ്പൊ 1000 മാത്രം എത്ര എണ്ണം വരും? 5 എണ്ണം വരും. 1, 2, 3, 4, 5. ഇനി എന്താ? 9000 make 9000. അപ്പൊ എന്താ? 1000ന്റെ മേലെ 9 എണ്ണം. 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ. ബാക്കി ഒന്നും വരയ്ക്കണ്ട. ഇനി എന്താ? 10 of 1000 make 10,000. എന്താ? 10,000 10,000 ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ what about 20 of thousands? 20 of thousands എത്ര ഉണ്ടായിരിക്കും? 20,000. അഥവാ 20,000. നോക്കാം. write the sums ആണ്. 10, 100, 1000, 10,000. 5 plus 5 ഇവിടെ എഴുതിയപ്പോ ഇവിടെ 50 plus 50 എഴുതി. ഇവിടെ 500 plus 500 എഴുതി. ഇവിടെ എന്താ? 5000 plus 5000 എഴുതി. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെ എഴുതും? 60 plus 40, 600 plus 400, 6000 plus 4000. ഓക്കെ അല്ലേ? അപ്പൊ ഇതേ പാറ്റേണിൽ എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ 70 plus 30, 700 plus 300, 7000 plus 3000. ഈ നെക്സ്റ്റ് എന്താ? 5, 6, 7 ആണ്. അപ്പൊ 8 plus 2 വരും. ഇവിടെ ആണെങ്കിൽ 9 plus 1 വരും. അപ്പൊ 8 plus 2 80 plus 20. അപ്പൊ ഇവിടെ എന്ത് വരും? 800 plus 200, 8000 plus 2000. ഇനി ഇവിടെയാണെങ്കിൽ 90 plus 10 വരും. then ഇവിടെയാണെങ്കിൽ 900 plus 100 വരും. 9000 plus 1000 വരും. അപ്പൊ ഇതൊക്കെ കൂട്ടി എത്രയാണ്? ഇതൊക്കെ കൂട്ടി നമുക്ക് 10000 ആണ്. ഇതൊക്കെ കൂട്ടി അതായത് 600 plus 400 1000 ആണ്. then 60 plus 40 100 ആണ്. 6 plus 4 10 ആണ്. ഓക്കെ. ഇതെന്താ? Speedometer. Before the race, Toto car had done 1000 kilometers. 1 lap
of the race is 1 kilometer. അപ്പൊ എന്താ ഒരു ലാപ്പ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. അപ്പൊ റേസിന്റെ മുമ്പ് എന്താണ് ടോട്ടോ കാറിൽ എത്രയാണ് 1000 കിലോമീറ്റേഴ്സ് ആണ്. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പൊ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പൊ എന്താ 1 ലാപ്പ് 1000 പ്ലസ് 1 1001 2 ലാപ്പ് 1002 അപ്പൊ 3 4 5 6 7 എന്ന് നമുക്ക് എഴുതാം. then 3 ആവുമ്പോ 1000 പ്ലസ് 3 ആണ് 1003. 4 ആവുമ്പോ 1000 പ്ലസ് 4 ആണ് 1004. 5 ആവുമ്പോ 1000 plus 5 1005. 6 ആവുമ്പോ 1000 plus 6 is equal to 1006. 7 ആവുമ്പോ 1007. Okay അല്ലേ? Then what would be the speedometer reading after 11 laps കഴിഞ്ഞാൽ എത്രയായിരിക്കും? അപ്പൊ 3 laps 1 lap കഴിഞ്ഞപ്പോ 1000 plus 1 ആണ്. അപ്പൊ 11 laps കഴിയുമ്പോ 1000 plus 11 ആണ് 1011. 50 laps ആവുമ്പോ 1000 plus 15 അതായത് 1015. 25 laps ആവുമ്പോ 1000 plus 25 1025 laps. Okay അല്ലേ? ഇനി അടുത്തത് നോക്കി നോക്കാം. റൈറ്റ്, ഡ്രോ ആൻഡ് റീഡ്. അപ്പൊ എഴുതാനും ഉണ്ട്, വായിക്കാനും ഉണ്ട്, വരയ്ക്കാനും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. 1001. 1001 നമ്മൾ എങ്ങനെ എഴുതി? 1000 പിന്നെ ഒരു 1 അതാണ് 1001. 1001 1001 1001. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1004 എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആക്കണം. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ 1000 എഴുതി കൊടുക്കുന്നു. then 2 ഇവിടെ എഴുതി കൊടുക്കുന്നു. അതാണ് 1002. അതെന്താന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി 1002 എങ്ങനെയാ വരക്കുക? 1000ന്റെ അവിടെ ഒരെണ്ണം, 2ന്റെ അവിടെ 2 എണ്ണം. ഓക്കെ, അപ്പൊ ഇത് ഒരുപാടുണ്ട്. അപ്പൊ 2 എണ്ണം കൂടെ നമ്മൾ ചെയ്യുള്ളൂ. ബാക്കി കൂട്ടുകാരെ അതേ പാറ്റേൺ ആണ്, സെയിം പാറ്റേൺ ആണ് വരുന്നത്. അപ്പൊ ഒരുപാട് സമയമാവും നമ്മൾ ഇതെല്ലാം കൂടെ ചെയ്താല്. അപ്പൊ 2 എണ്ണം ചെയ്യാം, ബാക്കിയുള്ളത് അതേപോലെയാണ് കൂട്ടുകാർ ചെയ്ത് നോക്കുക. ഓക്കെ, വളരെയധികം സിമ്പിൾ ആയ കാരണമാണ്. ഓക്കെ അല്ലേ? ഈ 1004 എങ്ങനെ എഴുതാ? 1004. അപ്പൊ നമ്മൾ ഇവിടെ എഴുതാ 1004 1004. ഇനി നമ്മൾ ഇവിടെ എങ്ങനെ എഴുതാ? 1004. അതായത് 1004. ഇനി ഇവിടെ വരക്കുമ്പോ 1000ന്റെ അവിടെ ഒരെണ്ണം, 4ന്റെ അവിടെ 1 2 3 4. നെക്സ്റ്റ് 1006 ആണ്. 1006 1006. അപ്പൊ ഇനി ഇവിടെ എഴുതുമ്പോ 1006. 1000ൽ ഒരെണ്ണം, 6ൽ 1 2 3 4 5 6. ഓക്കെ, അപ്പൊ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ കൂട്ടുകാര് കംപ്ലീറ്റ് ചെയ്യുക. 1005 1009 1007 1008 1010. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യണം. കൂട്ടുകാർ ചെയ്ത് നോക്കില്ലേ? ചെയ്ത് നോക്കുക. ഇനി കമ്പൈനിങ് വിത്ത് 1000 ആണ്. എന്താ? 1000ന്റെ കൂടെ 100 കൂട്ടിയ 1100. 1000ന്റെ കൂടെ 10 കൂട്ടിയ 1010. അപ്പൊ ഇനി ഇതാണെങ്കിലോ 2000ന്റെ കൂടെ നമ്മള് 200 കൂട്ടിയ നമുക്ക് എത്ര കിട്ടും? 2200. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? 2000 ഇനി എന്താ? 3014. അതായത് 3040 എഴുതുമ്പോ 3040. ഇനി അടുത്തത് 3005.
5. നെക്സ്റ്റ് എന്താ? 1330. അപ്പൊ അത് എത്രയായിരിക്കും? 1330. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ വേണം എഴുതാന്. അപ്പൊ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് നമുക്ക് തന്നെ ചെയ്ത് നോക്കാം. അപ്പൊ ഇനി ഇതെങ്ങനെ എഴുതാൻ പറ്റും? 5033. 5033. അപ്പൊ ഇതെങ്ങനെ എഴുതാൻ പറ്റും? 5033. ഇനി ഇതാവുമ്പോഴോ 8000 ആദ്യം എഴുതാ 303. അപ്പൊ അതാവുമ്പോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 8303. അപ്പൊ നമുക്ക് എഴുതാം 8303. ഓക്കെ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കി നോക്കാം. നെക്സ്റ്റ് എന്താ? 6748. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 6748. അപ്പൊ ഇനി നമുക്ക് എഴുതുമ്പോ 6748. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ്. ഇനി how many numbers are there from 100 to 120? അപ്പൊ എന്താണ്? 100 മുതൽ 120 വരെ എത്രയാണ് കൂട്ടുകാരെ? 100 മുതൽ 120 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? അപ്പൊ 100 കഴിഞ്ഞ എത്ര? 101, 102, 103, 104 അങ്ങനെ തുടങ്ങി എത്ര നമ്പേഴ്സ് വരും 100ന്റെയും 200ന്റെയും ഉള്ളില്? അപ്പൊ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. നമ്പർ കാർഡ്സ്. ഓക്കെ. അപ്പൊ അതെന്താ? See the number cards. Write the 4-digit numbers that can made with them. അപ്പൊ എന്താണ്? 3, 5, 8, 1 അങ്ങനെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ 4-digit numbers നമുക്ക് എഴുതണം. ഓക്കെ. അപ്പൊ ഒരുപാട് 4-digit numbers ഇതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഒരു ഓർഡറിൽ എഴുതി തുടങ്ങുക. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എല്ലാ നമ്പേഴ്സും നമുക്ക് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് 8 വെച്ച് തുടങ്ങാം. അപ്പൊ 8 വെച്ച് പോസിബിൾ ആയിട്ടുള്ള എല്ലാ 4-digit numbers നമ്മൾ എഴുതാം. ഓക്കെ. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. 8, 1, 5, 3. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത എന്ത് എഴുതാം? 8,
1 3 5 8 3 1 5 8 3 5 1. ഇനി നമുക്ക് അടുത്തത് 8 5 1 3 8 5 3 1. ഓക്കെ, ഇപ്പൊ നമ്മൾ 8 കൊണ്ടുള്ള എല്ലാ ഡിജിറ്റ്സും എഴുതി. ഇനി നമുക്ക് അടുത്തത് 5 കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഡിജിറ്റ്സും എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതി നോക്കാം. 5 1 3 8 5 1 8 3 5 3 8 1 5 3 1 8 5 8 1 3 5 8 3 1. ഓക്കെ, ഇപ്പൊ 5 വെച്ചിട്ടുള്ള എല്ലാതും നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്ത് എഴുതാം? 3 വെച്ചിട്ട് എഴുതാം. ഓക്കെ അല്ലേ? ഇനി 3 വെച്ച് എഴുതുമ്പോ 3 1 5 8 3 1 8 5 3 5 1 8 3 5 8 1 3 8 1 5 and last one 3 8 5 1. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് 1 വെച്ചിട്ട് എഴുതാം. 1 വെച്ച് എഴുതുമ്പോ 1 3 5 8 1 3 8 5 1 5 3 8 1 5 8 3 1 8 3 5 and 1 8 5 3. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ ഇതുകൊണ്ട് എഴുതാൻ പറ്റുന്ന എല്ലാ പോസിബിൾ ഡിജിറ്റ്സും നമ്മൾ എഴുതി. ഹൗ മെനി നമ്പർ സ്റ്റാർട്ട്സ് വിത്ത് 5? 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ജസ്റ്റ് എ മിനിറ്റ്. വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? എത്ര ഉണ്ട്? 1 2 3 4 5 6. 6 നമ്പേഴ്സ് ഉണ്ട്. ഹൗ മെനി നമ്പേഴ്സ് ഹാവ് 8 in 10th place? അപ്പൊ എന്താണ് 10th പ്ലേസിൽ 8 വരുന്ന എത്ര ഡിജിറ്റ്സ് ഉണ്ട്? അത് എണ്ണി നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 6 എന്ന് കിട്ടും. ഇനി റൈറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ ഓർഡർ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്മോളസ്റ്റ് in your notebook. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ചെറുതീന്ന് വലുതീക്ക് ഈ ഡിജിറ്റ്സ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ സൈഡിൽ നമുക്ക് എഴുതാം. അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക. കറക്റ്റ് ആണോ എന്ന് മാത്രം എന്ത് ചെയ്യുക? ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് ആദ്യം 1 മുതലല്ലേ? 1 3 5 8 1 3 8 5 1 5 3 8 1 5 8 3 1 8 3 5 1 8 5 3. അപ്പൊ 1 വെച്ചിട്ടൊക്കെ കഴിഞ്ഞ്. ഇനി നമ്മൾ 3 വെച്ചിട്ട് എഴുതാണ്. ഇവിടെ 8 ഇല്ല കേട്ടോ. 3 വെച്ചിട്ട് എഴുതാണ്. 3 1 5 8 3 1 8 5 3 5 8 1 3 8 1 5 3 8 1 5 കഴിഞ്ഞാൽ 3 8 5 1. ഓക്കെ, ഇനി നമുക്ക് 5 വെച്ചിട്ട് എഴുതാം. 5 1 3 8 5 1 8 3 5 3 1 8 5 3 8 1 8 1 5 8 1 3 5 8 3 1 8 1 3 5 8 1 5 3 ni 8 3 1 5 8 3 5 1 8 5 1 3 and last one 8 5 3 1. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നോക്കുക, ശ്രദ്ധിക്കുക, എന്നിട്ട് നമ്മൾ എഴുതുക. ഓക്കെ, ഇനി എന്താ അടുത്ത ആക്ടിവിറ്റി? റീഡിങ് ദ നമ്പേഴ്സ്. സ്പീഡിംഗ് കാർസ്
number plate is covered in mud. Numbers now seen when cleaned a bit. അപ്പൊ എന്താണ്, ഒരു നമ്പർ പ്ലേറ്റ് ചെളിയിൽ പൂണ്ടി കിടക്കാണ്. അപ്പൊ അതെന്താ, ഇപ്പൊ കാണുന്ന നമ്പർ 9 അപ്പൊ കുറച്ചും കൂടി നീക്കിയപ്പോ നമുക്ക് 99 കിട്ടി. കുറച്ചും കൂടി ക്ലിയർ ചെയ്തപ്പോ നമുക്ക് 999 കിട്ടി. എല്ലാതും ഓൾമോസ്റ്റ് എല്ലാതും ക്ലീൻ ചെയ്തപ്പോ നമുക്ക് 9999 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ആഡ് ചെയ്ത് നോക്കാം. 9 + 1 10. അങ്ങനെയാണെങ്കിൽ 99 + 1 100. 999 + 1 1000. ഞാൻ 9999 + 1 എന്ന് പറഞ്ഞാൽ 10000. ഓക്കെ, ഇനി എന്താ, മഡ് റേസ്. Play mud race with your friends. Use a dice with numbers 100, 200, 300, 600. എന്താണ്, ഒരു ഗെയിം ആണ്. യൂസ് എ ഡൈസ് വിത്ത് നമ്പേഴ്സ്. അപ്പൊ ഡൈസും എന്തൊക്കെ നമ്പേഴ്സാ വരേണ്ടത്? 100, 200, 300 തൊട്ട് 600 വരെയാണ്. Move the car to the number thrown. If you land on the bridge, you can move across to go forward. If you land on the pitch, you slide backwards. The first to reach 1000 and 11,000 wins. അപ്പൊ എന്താണ്, ഒരു ഗെയിം കൂട്ടുകാരോട് കളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ ഡൈസിന് പകരം എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മൾ 100, 200, 300, 400 അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതിയിട്ട് ഒരു ഡൈസ് ഇതാ ഈ തന്നിരിക്കുന്ന പോലെ ഒരു ഡൈസ് ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് അതിങ്ങനെ സാധാ പോലെ തന്നെ നമ്മളിങ്ങനെ എറിയുക. അതിലെന്താണ്, ഈ പാലം ഇപ്പൊ 400 കിട്ടിയ നമ്മൾ എന്ത് ചെയ്യും, ഈ പാലത്തിൽ കൂടെ കയറി അപ്പുറത്തെത്തും. ഇനി നേരെ മറിച്ച് ഇവിടെ എത്തിയാലോ, ഇതൊരു കുഴിയാണ്, ഒരു പിറ്റാണ്. അപ്പൊ നമ്മൾ നേരെ താഴേക്ക് വീഴും. ഓക്കെ, അപ്പൊ അങ്ങനെ പോയിട്ട് ആദ്യം ആരാണോ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നത് അവരായിരിക്കും വിന്നർ. ഓക്കെ, അപ്പൊ ഈ ഗെയിം എന്താ, കൂട്ടുകാരി കളിച്ചു നോക്കുക, ഇത് കംപ്ലീറ്റും ചെയ്യാം. ഓക്കെ, look at the picture on the first page of the lesson. Write the distance on the last 2 poles. അപ്പൊ അത് കൂട്ടുകാര് നോക്കിയിട്ട് എഴുതാ. ഇനി എന്താ, ഗിഫ്റ്റ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗിഫ്റ്റ്. ടോട്ടോ won the race, got a trophy and a cash prize. അപ്പൊ നമ്മള് പാഠത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു ആരാണ് ജയിച്ചത്, ടോട്ടോ ആണ് ജയിച്ചത്. അപ്പൊ ടോട്ടോക്ക് എന്ത് കിട്ടി, ഒരു ട്രോഫിയും കിട്ടി, ഒരു ക്യാഷ് പ്രൈസും കിട്ടി. The money was given as a check. അപ്പൊ എന്താണ്, മണി ചെക്കിന്റെ രൂപത്തിലാണ് കിട്ടിയത്. Write the amount in the check in number. അപ്പൊ എന്താണ്, ഇതിൽ എമൗണ്ട് നമ്പറിൽ എഴുതിയിട്ടില്ല. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് 90,999 ഓൺലി. അപ്പൊ നമുക്ക് ഇത് ഇവിടെ എഴുതണം 9,999 ഓൺലി. ഓക്കെ, അപ്പൊ ഇത്രയും രൂപയാണ് ക്യാഷ് പ്രൈസ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, distance traveled. The distance each car traveled is given below. അപ്പൊ ഓരോ കാറും സഞ്ചരിച്ച ദൂരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1, 2, 3 നമ്പർ കൊടുത്തിട്ടുണ്ട്, then കാർ കൊടുത്തിട്ടുണ്ട്, then ഡിസ്റ്റൻസ് കിലോമീറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ അടുത്ത ആക്ടിവിറ്റി, tabulate the cars according to the distance they have traveled. അപ്പൊ എന്താണ്, അവർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിന്റെ ബേസിൽ ഇത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. with the car which traveled most at the beginning and the car which traveled least at the beginning. അപ്പൊ എന്താണ്, ഏറ്റവും വലുതീന്ന് ചെറുതീക്ക് എന്നുള്ള ഓർഡറിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്പർ നമുക്ക് എഴുതാം. നമ്പർ 1, 2, 3, 4, 5, 6 എന്ന് നമ്മൾ എഴുതി. നെയിം ഓഫ് ദ കാർ. ഈ നെയിം ഓഫ് ദ കാറിൽ നമുക്ക് ഏറ്റവും വലുത് വേണം എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഇതിൽ ഏറ്റവും വലുത് ആരാ, 8,546 8,564. അപ്പൊ ഇതാണ്. അപ്പൊ നമ്മൾ എഴുതി നെയിം ഓഫ് ദ കാർ എന്താണ്, ടോട്ടോ. ഇൻ നമ്പേഴ്സ് നമ്മൾ എഴുതാ, എന്ത് എഴുതണം, 8, 5, 6, 4. ഇനി വേർഡ്സിൽ എഴുതുമ്പോ എന്താണ്, 8,000
500 and 64. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? അപ്പൊ നെക്സ്റ്റ് ടോട്ടോ കഴിഞ്ഞാ പിന്നത്തെ ആളാണ് മിക്കി അല്ലെ? പിന്നെ അപ്പൊ നമ്മൾ എഴുതാ രണ്ടാമത്തെ ആള് മിക്കി. മിക്കിയുടെ ഇൻ നമ്പേഴ്സ് 8, 5, 4, 6. അപ്പൊ നമ്മൾ എഴുതുമ്പോ 8000 അതേപോലെ എഴുതുക. 8000 നമ്മൾ എഴുതി. 500 and ഇവിടെ എന്താ വരിക? 46. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മൂന്നാമത്തെ ആൾ ആരായിരിക്കും? നമുക്ക് ഇതിൽ നോക്കി നോക്കാം. മൂന്നാമത്തെ ആളാണ് ആര്? ബോണി. അപ്പൊ നമ്മള് ബോണി എഴുതി. ബോണിയുടെ എത്രയാണ്? 7982. നമ്മൾ വേർഡ്സിൽ എഴുതുമ്പോ എങ്ങനെ എഴുതുക? 7900 and എത്രയാണ്? 82. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ബോണി കഴിഞ്ഞാൽ പിന്നെ വലുത് ഏതാ വരുന്നത്? പിന്നെ നെക്സ്റ്റ് വലുത് ഫ്ലോറയാണല്ലേ? ഫ്ലോറയാണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എന്ത് എഴുതി? ഫ്ലോറ. ഫ്ലോറയുടെ എത്രയാണ്? 6732 ആണ്. അപ്പൊ നമ്മൾ എഴുതുമ്പോ 6700 and എത്രയാണ്? 32. നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് ആള് സ്പീഡി ആണ്. സ്പീഡിന്റെ 6372. അപ്പൊ അത് എന്താണ്? 6000 ആണ്. അപ്പൊ അത് അതുപോലെ എഴുതാ. 6300 and 75. ഓക്കെ, സോറി. ലാസ്റ്റത്തെ ഇനി ആര് മാത്രാണുള്ളത്? ഫ്രെഡി ആണ്. അപ്പൊ ഫ്രെഡി നമ്മൾ എഴുതാ. ഫ്രെഡിന്റെ എത്ര? 5114. അപ്പൊ ഇവിടെ എഴുതുമ്പോ 5100 and 40. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഈ ആക്ടിവിറ്റി എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. ബഗ്ഗി കാഴ്സ് നമ്പർ. എന്താണ്? ബഗ്ഗി കാഴ്സ് നമ്പർ ആണ്. നമുക്ക് നോക്കാം. Take one bead from the thousands place in the abacus and put in the ones place. What the number now? അപ്പൊ എന്താണ് പറയുന്നത്? ഈ അബാക്കസില് ഓക്കെ, ഇത് വൺസ്, ഇത് ടെൻസ്, ഇത് 100, ഇത് 1000. അപ്പൊ ഇതിൽ എന്ത് ചെയ്യണം? ടേക്ക് one bead from the thousands place. അപ്പൊ thousands പ്ലേസിൽ ഇപ്പൊ 1, 2, 3, 4, 5 എണ്ണാണുള്ളത്. 1, 2, 3, 4 എണ്ണാക്കിയിട്ട് ഇവിടുത്തെ ഒന്നെടുത്തിട്ട് എവിടെ വെക്കണം? In the abacus and put in the ones place. Ones പ്ലേസിൽ നമ്മൾ കൊണ്ടുപോയി വെക്കുക. What is the number now? അപ്പൊ ഇപ്പോൾ എത്രയായിരിക്കും നമ്പർ? എത്രയായിരിക്കും? Ones 1, 2, 3, 4 4001 ആയിരിക്കും അല്ലേ? Buggy's car number is the difference of the first number in the abacus and number it in. Now what is the number? അപ്പൊ ബഗ്ഗിയുടെ കാർ നമ്പർ എന്താന്ന് പറയുന്നത്? Buggy's car number is the difference of the first number in the abacus and the number it in the now. അപ്പൊ ആദ്യം അബാക്കസിൽ ഉണ്ടായിരുന്ന നമ്പർ 1, 2, 3, 4, 5 5000 ആണ്. അതിന്റെ ഇപ്പോൾ ഉള്ള നമ്പറിന്റെയും ഡിഫറൻസ് ആണ്. ഓക്കെ, അതായത് ഇതെന്താ? 5000 നിന്ന് 4001 മൈനസ് ചെയ്താ കിട്ടുന്ന നമ്പർ ആണ് എന്ത്? നമ്മുടെ ബഗ്ഗിയുടെ കാറിന്റെ നമ്പർ. 5000 നിന്ന് എത്രയാണ്? 4001 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും?
99 എന്ന് കിട്ടും. അപ്പൊ അതാണ് ബഗ്ഗിയുടെ കാറിന്റെ നമ്പർ. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കി നോക്കാം. ആഡിങ് വൺ മോർ. നമ്മൾ എന്താണ് ഒന്നും കൂടി കൂട്ടാൻ പോവാണ്. വാട്ട് ഈസ് ദ നമ്പർ ഇൻ ദ അബാക്കസ്? ഇപ്പൊ അബാക്കസിന്റെ നമ്പർ എത്രയാണ്? 1 2 3 4 5 6 7 8 9. വൺസ് പ്ലേസിൽ 9, ടെൻസ് പ്ലേസിൽ 9, ഹൺഡ്രഡ്സ് പ്ലേസിൽ 9, തൗസൻഡ്സ് പ്ലേസിൽ 9. വാട്ട് ഈസ് ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് 1 to 8. അപ്പൊ ഈ 99999 എന്നുള്ള സംഖ്യയുടെ കൂടെ ഒന്നും കൂടി കൂട്ടിയാൽ എന്തായിരിക്കും ആ നമ്പർ? എന്താണ്? 9 + 1 0 1 0 1 എത്രയാണ്? 10,000. എത്രയാണ്? 999ന്റെ കൂടെ ഒന്നും കൂടി കൂട്ടിയാൽ ആ നമ്പർ എത്ര? 10,000 ആണ്. ഓക്കെ, അടുത്തത് എന്താ? ടോമോ കാർ വാസ് ടേക്കൺ ടു a workshop for repairs after the race. അപ്പൊ റേസിന് ശേഷം എന്താണ്? ടോമോ കാർ റിപ്പയറിന് വേണ്ടി കയറ്റി. 3,500 rupees was spent to change the battery, 2,500 rupees for the engine work and 4,000 rupees for painting. What is the total amount spent? അപ്പൊ എന്താ? What I understood from reading the problem. ഈ പ്രോബ്ലം വായിച്ചതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? 3,500 rupees എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്തു? ബാറ്ററി. അപ്പൊ നമ്മൾ എഴുതാ മണി സ്പെൻഡ് ഫോർ ബാറ്ററി ഈസ് ഈക്വൽ ടു 3,500 rupees. ഓക്കെ, ഇനി എന്താ? rupees for engine work. അപ്പൊ മണി സ്പെൻഡ് ഫോർ engine work എത്ര? 2,500. ഇനി എന്താ? പെയിന്റിംഗ്. മണി സ്പെൻഡ് ഫോർ പെയിന്റിംഗ് എത്രയാ? 4,000. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് എന്തായിരിക്കും? 3,500 പ്ലസ് 2,500 പ്ലസ് 4,000. 5 5 10, ബാക്കി 1, 4 കഴിഞ്ഞ 5, 6 7 8 9 10. എത്രയാണ്? 10,000. 10,000 rupees ആണ് ടോട്ടല് സ്പെൻഡ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാം on a tour. അപ്പൊ അടുത്ത ടോപ്പിക് ആണ് എന്ത്? on a tour. Toto car is being readied for an all India tour. All 4 tires have to be changed. അപ്പൊ എല്ലാ 4 ടയേഴ്സും ചേഞ്ച് ചെയ്യണം. The price of 1 tire is 2,500 rupees. How much money is needed for 4 tires? അപ്പൊ ഒരു ടയറിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? amount of 1 tire is equal to എത്രയാ? 2,500. ഇനി എന്താ? നമ്പർ ഓഫ് ടയേഴ്സ് എത്രയാ? നമ്പർ ഓഫ് ടയേഴ്സ് എന്ന് പറയും ടയേഴ്സ് is equal to 4. അങ്ങനെയാണെങ്കിൽ എന്താ? how much money is needed for 4 tires? അപ്പൊ amount of money needed for 4 tires is equal to എത്രയാ? 2,500 നമ്മള് 4 പ്രാവശ്യം ആഡ് ചെയ്യാ. 0 0 ഇറക്കിയിട്ട് 5 5 10, 10 5 15, 15 5 20, ബാക്കി 2 2 4 6 8 10. എത്രയാ? 10,000. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തത് നോക്കാം. ബോണി ഈസ് എൻ ഇലക്ട്രിക് കാർ. അപ്പൊ ബോണി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് കാറാണ്. The amount paid for recharge during its all India tour is given below.
കാൽക്കുലേറ്റ് ദ ടോട്ടൽ എമൗണ്ട്. അപ്പൊ എന്താണ്, അപ്പൊ ഇലക്ട്രിക്കൽ കാർ റീചാർജ് ചെയ്ത രൂപയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താ ടോട്ടൽ എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ടുണ്ടാവും? അപ്പൊ അത് കണ്ടുപിടിക്കാൻ ഹൗ ഐ കാൽക്കുലേറ്റഡ്, എങ്ങനെ കണ്ടുപിടിക്കാം? 3500 പ്ലസ് 2000 പ്ലസ് 3000. നമ്മൾ 0 0 ഇറക്കിയിട്ടു, 5 ഇറക്കിയിട്ടു, 3 6 7 8 8500 രൂപ. ഇനി അടുത്തത് എന്താ, പാറ്റേൺ ആണ്. പാറ്റേൺ നമുക്ക് നോക്കി നോക്കാം, പാറ്റേൺ എങ്ങനെ വരുന്നത് എന്നുള്ളത്. അപ്പൊ എന്താണ്, 500 1000 1500, 500ന്റെ വ്യത്യാസത്തിലാണ് വരുന്നത്. അപ്പൊ ഇനി അടുത്തത് എത്രയായിരിക്കും? 1500 കഴിഞ്ഞ 2000 2500 3000 3500 4000 4500. ഓക്കെ, ഇനി ഇതാണെങ്കിലോ 4 കഴിഞ്ഞ 6 8. അപ്പൊ ഇനി അടുത്തത് എത്രയായിരിക്കും? അടുത്തത് 10 ആയിരിക്കും. 10000, then 12000, then 14000, 14 15 16000, 18000, then 20000. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിലോ, അടുത്തത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് 7728 മൈനസ് 7628 ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഒരു 100ന്റെ വ്യത്യാസമാണ് വരിക, ഇവിടെയും 100. അപ്പൊ ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്ത്, ഈ 7 സെയിം ആണ്, ഈ 7 സെയിം ആണ്, ഈ 2 സെയിം ആണ്, ഈ 8 സെയിം ആണ്. ആകെ ഈ 6 7 8 അങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ അല്ലേ? നമുക്കൊന്ന് റബ്ബ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആകെ 6 7 8. അപ്പൊ അടുത്തത് എത്രയായിരിക്കും? 7 9 2 8. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ 100 ആഡ് ചെയ്തതായിരിക്കും എന്ത് വരിക? അടുത്തത് വരിക. അപ്പൊ അടുത്തത് എങ്ങനെ വരും? 8 0 2 8. ഇത് കഴിഞ്ഞാ പിന്നെ 8 1 2 8 8 2 2 8 8 3 2 8 8 4 2 8 അങ്ങനെ പോകും. ഇനി ഇത് വളരെ സിമ്പിൾ ആണ്. 2 2 3 3 4 4 ഒക്കെയാണ്. അപ്പൊ അടുത്തത് എന്ത് വരും? 5 5 5 5 6 6 6 6 7 7 7 8 8 8 8 9 9 9 9. അടുത്തത് ഇനി എത്ര വരും? അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 9999 മൈനസ് 8788 ചെയ്താൽ എത്ര വരിക നോക്കാം. അപ്പൊ എന്താ? 1111 വരും. 1111. അപ്പൊ അത് തന്നെയാണോ ഇവിടെയും വരുന്നത്? നമുക്കൊന്ന് നോക്കി നോക്കാം. അതായത് 8888 മൈനസ് 7777. അപ്പൊ ഇവിടെയും അതേ സംഖ്യ തന്നെയാണ് വരിക. അപ്പൊ അടുത്ത സംഖ്യ എന്തായിരിക്കും? 9999 പ്ലസ് എന്തായിരിക്കും? ഈ സംഖ്യയായിരിക്കും. അതായത് 9 + 1 10, 9 + 1 10 11 ബാക്കി 1, 9 + 1 10 11 ബാക്കി 1, 9 10 11. അപ്പൊ അടുത്ത സംഖ്യ എത്രയായിരിക്കും? 1 1 1 1 0. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാറ്റേൺ നോക്കി നോക്കാം. അടുത്തത് എന്താ? 9 4 3 ആയി 2 ആയി. അപ്പൊ അടുത്തത് എത്രയായിരിക്കും? 9 1 0 0. അപ്പൊ ഇനി അടുത്തത് എത്രയായിരിക്കും? 8 9 0 0. പിന്നെ അടുത്തത് 8 8 0 0, 8 7 0 0, 8 6 0 0, 8 5 0 0. അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഈ പാറ്റേൺ മനസ്സിലാവാത്തവർ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ രണ്ട് സംഖ്യയുടെ വ്യത്യാസം, അതായത് മൈനസ് ചെയ്തിട്ട് എത്ര സംഖ്യയാണെന്ന് കണ്ടുപിടിക്കുക.
രീതിക്കും കണ്ടുപിടിക്കുക. അത് സെയിം ആണെങ്കിൽ പിന്നെ അങ്ങനെ പോകുന്നതായിരിക്കും പാറ്റേൺ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താന്ന് നോക്കി നോക്കാം. 3201, പിന്നെ 4132, പിന്നെ 5000. ഇപ്പൊ അത് നോക്കൂ, ഈ 3 എന്തായി? 4 ആയി. പിന്നെന്തായി? 5 ആയി. അപ്പൊ അടുത്തതിൽ എന്താവും? 6 ആവും, 7 ആവും, 8 ആവും, 9 ആവും. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ലാസ്റ്റ് ഫില്ല് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി എന്താ? ഇനി ബാക്കി എല്ലാത്തിലും ഇവിടെ 0 ആണ്, ഇവിടെ 1 ആയി, ഇവിടെ 2 ആയി. അപ്പൊ ഇവിടെ 3 ആവും, 4 ആവും, 5 ആവും, 6 ആവും. ഇനി അടുത്തത് 2 ആണ്, 3, 4. അപ്പൊ ഇവിടെ 5, 6, 7, 8 ആയി. ഇനി അടുത്തതാണെങ്കിലും 1, 2, 3. അപ്പൊ ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6, ഇവിടെ 7 ആവും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താവുക? നെക്സ്റ്റ് എന്താവും? ഇവിടെ 9 വരായി. അപ്പൊ അടുത്തത് എന്താവും? 10 ആവും, 11 ആവും. അപ്പൊ 10 കഴിഞ്ഞാൽ ഇവിടെ 6 കഴിഞ്ഞാൽ പിന്നെ എന്താവും? 7 ആവും, ഇവിടെ എന്താവും? 8 ആവും. ഇനി 8 കഴിഞ്ഞാൽ 9 ആവും, 9 ആവും, ഇവിടെ എന്താ? 10ന്റെ 0 ആവും. ഇനി 9 കഴിഞ്ഞാൽ 7 കഴിഞ്ഞാൽ പിന്നെ 8, പിന്നെ 9. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പാറ്റേൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. ഇനി മൈ പാറ്റേൺ ആണ്. മൈ പാറ്റേൺ നമുക്കിപ്പോ ഇഷ്ടമുള്ള പാറ്റേൺ ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ 1000, 2000, 3000, 4000, 5000. ഇതൊരു പാറ്റേൺ ആണ്. ഇനി വേണമെങ്കിൽ നമുക്ക് വേറെ പാറ്റേൺ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് എന്തുണ്ടാക്കാം? നമുക്കൊരു 1200, 1400, 1600, 1800, 2000 അങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ടാക്കാം. ഇനി നമുക്ക് 1001, 1002, 1003, 1004, 1005 ഇങ്ങനെ ഉണ്ടാക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് 1001, 2001, 3001, 4001, 5001 ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ ഇതെല്ലാം 2, 4, 6, 8, 10 ഇതെല്ലാം എന്താണ്? ഇതെല്ലാം പാറ്റേൺസ് ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താണ്? ഇപ്പൊ നമ്മുടെ ലെസൺ അവസാനിച്ചു. ഇനി അതിന്റെ അടിയിൽ കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. നമുക്ക് അതിന് ഓരോന്നും ചെയ്ത് നോക്കാം. ആദ്യത്തെ നമുക്ക് നോക്കി നോക്കാം. എന്താണ്? അപ്പൊ ആദ്യത്തെ ചോദ്യം നമുക്ക് ആദ്യം ചെയ്യാം. For the race, the organizing committee had given numbers from 5,000 to 50,050 to the cars. How many numbers were in the race? അപ്പൊ 5000ന്റെയും 5050ന്റെയും ഇടയിൽ എത്ര നമ്പർ ഓഫ് കാർസ് ഉണ്ടായിരിക്കും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് 5000 മുതൽ 5050 വരെ നമ്മൾ എഴുതി നോക്കുക. അപ്പൊ 5000 കഴിഞ്ഞാൽ പിന്നെ എത്ര? 5001, 5002, 5003, 5004, 5005, 5006, 5007, 5008, 5009, 5010. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നമ്മള് 5011, 5012, 5112, കറക്റ്റ് ആണോ? 5009 കഴിഞ്ഞാൽ 5010 ആണ്. 5011, 5012, 5013, 5014, 5015, 5016, 5017, 5018, 5019, 5020. Then അത് കഴിഞ്ഞാലോ 5021, 5022, 23, 24, 25, 26, 27, 28, 29, 30.
ദെൻ അത് കഴിഞ്ഞ 5031, 5032, 5033, 5034, 5035, 5035, 36, 37, 38, 39, 40. അപ്പൊ ഇവിടെ 5000 ഉണ്ട്. ദെൻ 5041, 5042, 5043, 5044, 5045, 5045, 5046, 5047, 5048, 5049, 5050. അപ്പൊ ഇത്രയും നമ്പേഴ്സ് ആണ് 5000ന്റെയും 5050ന്റെയും ഇടയിൽ വരുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇത് എണ്ണി നോക്കാം. ഹൗ മെനി കാർഡ്സ് ആണെന്നാണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് എണ്ണി നോക്കുക. എണ്ണി നോക്കുമ്പോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51. അപ്പൊ എത്ര കാർഡ് ഉണ്ട്? 51 കാർഡ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താ? അടുത്തത് റൈറ്റ് 4 digit numbers using all the digits 5, 4, 0, 7. How many can you write? Draw the largest number in the abacus. Write this number in words. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഇത് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ 4 digit numbers-ഉം ഉണ്ടാവുക. How many can you write? അപ്പൊ എത്ര എണ്ണം എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും? എന്നിട്ട് ലാർജസ്റ്റ് നമ്പർ എന്ത് ചെയ്യണം? അബാക്കസ് വരയ്ക്കണം. ആ നമ്പർ വേർഡ്സിൽ എഴുതും വേണം. ഓക്കെ, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പൊ നമുക്ക് ഇത് റബ്ബ് ചെയ്തിട്ട് ഇവിടെ തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ 4 digit നമ്പേഴ്സും നമുക്ക് എഴുതി നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സംഖ്യ എടുക്കുക, അതുകൊണ്ട് പറ്റുന്ന എല്ലാ 4 digits-ഉം എഴുതുക. അടുത്ത സംഖ്യ എടുക്കുക, അതുകൊണ്ട് പറ്റുന്ന 4 digits എഴുതുക. അങ്ങനെ പോവുക. അപ്പൊ ആദ്യം നമുക്ക് 4 വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ 4 digit നമ്പേഴ്സും എഴുതി നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം 4057, 4075, 4507, 4570, 4705, 4750. ഓക്കെ, ഇനി നമുക്ക് 5 കൊണ്ട് എഴുതാം. 5047, 5074, 5407, 5470, 5740, 5704. ഇനി നമുക്ക് എന്തായിട്ട് എഴുതാം? ഇനി നമുക്ക് 0 കൊണ്ട് എഴുതാൻ പറ്റില്ല അല്ലെ? അപ്പൊ 3 digit ആവുള്ളൂ. then നമുക്ക് 7 വെച്ചിട്ട് എഴുതുമ്പോ 7045, 7054, 7405, 7450, 7504, 7540. അപ്പൊ ഇത് എണ്ണുമ്പോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 30, 40, 50, 60, 70, 80 നമ്പേഴ്സ് വരും. അപ്പോ how many can you write എന്നുള്ളതിന്റെ ആൻസർ കിട്ടി. എത്ര നമ്പേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും? 18. ഓക്കെ, ഡ്രോ ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ദ അബാക്കസ്. അപ്പൊ ഇതിൽ 7ന്റെയിലാണ് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ വരിക. അപ്പൊ 7 കഴിഞ്ഞാൽ പിന്നെ 5 വരുന്നത്. 7, 5, 4, 0. സോറി,
ഓക്കെ, 7540 ആണ് ഏറ്റവും വലിയ സംഖ്യ വരിക. അപ്പൊ നമുക്ക് ഇത് അബാക്കസോട്ട് വരച്ചു നോക്കാം. അപ്പൊ 1 2 3 4 വരും. ഓക്കെ, ഇതെന്താണ്? വൺസ് പ്ലേസ്, ടെൻസ് പ്ലേസ്, 100 പ്ലേസ്, തൗസൻഡ്സ് പ്ലേസ്. ഓക്കെ, അപ്പൊ ഇനി എന്താണ്? 1000 പ്ലേസിൽ എത്ര വരും? 1 2 3 4 5 6 7 വരും. 100 പ്ലേസിലോ 1 2 3 4 5 വരും. ടെൻസ് പ്ലേസിൽ 1 2 3 4 വരും. Then ones പ്ലേസിൽ ഒന്നും വരില്ല. ഇനി എന്താ? അപ്പൊ draw the largest number in the abacus. ഇതും തീർന്നു. Write this number in words. ഈ നമ്പർ വേർഡ്സിൽ എഴുതാം. അപ്പൊ ഏതായിരിക്കും ഈ നമ്പർ വേർഡ്സിൽ എഴുതുമ്പോ? 7540. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഓൾ നമ്പേഴ്സ് ഫ്രം 99,999 to 9,999 to 10,100 which have zeros in the ones place. Which have zero in the ones place. അപ്പൊ അത് എഴുതുമ്പോ നമ്മൾ എങ്ങനെ എഴുതുക? നമ്മള് അതിന്റെ ആൻസർ വരുമ്പോ, അതായത് ഇതിന്റെ ശേഷമുള്ള നമ്പേഴ്സ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 999 അല്ലെ, 999 മുതൽ ഇതുവരെ ഉണ്ടാവുന്ന എല്ലാ ഡിജിറ്റ്സും നമുക്ക് എഴുതണം. അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെ വരിക? 990 1 tens 100,000, അതായത് 9,999 ആണ്. അപ്പൊ അതിന് ശേഷമുള്ള നമ്പേഴ്സ് എന്ന് വരുമ്പോ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഹാവ് സീറോസ് ഇൻ ദ വൺസ് പ്ലേസ്. അപ്പൊ എങ്ങനത്തെ നമ്പർ ആണ് എഴുതേണ്ടത്? വൺസ് പ്ലേസിൽ സീറോസ് വരുന്ന നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. അപ്പൊ ആ നമ്പേഴ്സ് ഏതൊക്കെയാണ് വരിക? ഇത് കഴിഞ്ഞാൽ പിന്നെ 0 വരുന്ന നമ്പർ 1 0 0 0, അതായത് 1s tens 100,000, 1s tens 100,000 10,000. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സംഖ്യ ഏതാ? 1 0 0 1 0, then 1 0 0 2 0, 1 0 0 3 0, 1 0 0 4 0, 1 0 0 5 0, 1 0 0 6 0, 1 0 0 7 0, 1 0 0 8 0, 1 0 0 9 0, and last 1 0 1 0 0. Okay, അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്താണ്? വിച്ച് ഹാവ് സീറോസ് ഇൻ ദ വൺസ് പ്ലേസ്. അപ്പൊ എല്ലാ നമ്പേഴ്സും എഴുതണ്ട, വൺസ് പ്ലേസിൽ സീറോസ് വരുന്ന നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്താ? കംപ്ലീറ്റ് ദ പാറ്റേൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പാറ്റേൺ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ കംപ്ലീറ്റ് ചെയ്യുമ്പോ 1150, 1200, 1250. അപ്പൊ ഇനി അടുത്തത് എന്ത് വരും? 1300, 1350, 1400, 1450. ഓക്കെ, ഇനി ഇതെന്താ? 1500 ആണ്. then 2600, 3700. അപ്പൊ ഇനി അടുത്തത് എന്തായിരിക്കും? 4800. അത് കഴിഞ്ഞാൽ 5900, അത് കഴിഞ്ഞാൽ 7000, അത് കഴിഞ്ഞാൽ 8100, 9200, അങ്ങനെ പോകും. ഇനി 1400, 1500, 1500,
സോറി 14,500, 15,250, 16,000. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് നോക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും? 750 വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പൊ ഇനി അടുത്തത് 16,750, 17,500, 18,250, 19,000. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് 750. അപ്പൊ ഇത് എന്താ? 750 പ്ലസ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഹൂ ആം ഐ? ആരാണ് ഞാൻ? ഇനി എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. Who am I? ആരാണ് ഞാൻ? A number between 4,000 and 5,000. അപ്പൊ എന്താണ്? 4,000-ന്റെയും 5,000-ന്റെയും ഇടയിലുള്ള ഒരു നമ്പർ ആണ്. The number in the ones place is the double in the number in the thousands place. അപ്പൊ എന്താണ്? 4,000-ന്റെയും 5,000-ന്റെയും 1, 2, 3, 4 1, 2, 3, 4 4 സ്ഥലങ്ങളാണ് ഉള്ളത്. പിന്നെന്താ പറയുന്നത്? The number in the ones place is the number എന്ന് പറയുന്നത് എന്താണ്? Double the number in the thousands place. ഈ നമ്പറിന്റെ ഡബിൾ ആണ് ഈ നമ്പർ. ഓക്കെ, the number in the ones place is the number 1000. ഈ നമ്പർ അല്ല, ഈ നമ്പറിന്റെ ഡബിൾ ആണ് ഈ നമ്പർ. The number in the tens place എന്ന് പറയുന്നത് എന്തായിരിക്കും? tens place ഇതാണ്. half the number of the thousands place. അപ്പൊ thousands placeൽത്തെ നമ്പറിന്റെ പകുതിയാണ് ഈ നമ്പർ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഇവിടെ ഒരു 4 എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ 4 എടുത്താ 4ന്റെ ഡബിൾ ആണ് ഈ നമ്പർ. then അതിന്റെ പകുതി, 4ന്റെ പകുതി 2 ആണ് ഈ നമ്പർ. The sum of the digits is 19. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് 19 കിട്ടണം. അപ്പൊ നമുക്കിതൊന്ന് കൂട്ടി നോക്കാം. 4 കഴിഞ്ഞാൽ 8, 9, 10, 10 മാറും. എത്ര? 10 മാറും. 10ഉം 4ഉം 14. ഓക്കെ, 14ന്റെ കൂടെ ഇനി 19 ആവാം. 19 മൈനസ് 14 ചെയ്യാം. 14 കഴിഞ്ഞാൽ 15, 16, 17, 18, 19 5 ആണ്. അപ്പൊ ആ നമ്പർ എത്രയായിരിക്കും? 4,528. ഇതെല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിലത്തെ ഒരു നമ്പർ ആണ്. then എന്താ? നമ്പർ ഇൻ ദ വൺസ് പ്ലേസ് എന്ന് പറയുന്നത് 1000 പ്ലേസിന്റെ ഡബിൾ ആണ്. then അതും കറക്റ്റ് ആണ്. then പിന്നെന്താ പറയുന്നത്? ടെൻസ് പ്ലേസിന്റെ നമ്പർ എന്ന് പറയുന്നത് 1000ന്റെ പകുതിയാണ്. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 3 ക്വസ്റ്റ്യൻസും കൂടി കവർ ചെയ്യാനുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഫൈൻഡ് ദ നമ്പർ സ്റ്റാർട്ടിംഗ് ഫ്രം 99,009 1 10 100,000 9,999. If we subtract 100 again and again, what would the 8th number? എന്താണ്? 9,999 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എഴുതി നോക്കാം. 9,999 എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ 100 കുറെ പ്രാവശ്യം നമ്മൾ എന്താണ്? കുറച്ച് പോവാണ്. സോറി, 100 അല്ല, 1000. അങ്ങനെയാണെങ്കിൽ 8ാമത് കുറക്കുന്ന ആ സംഖ്യ എന്തായിരിക്കും? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു പ്രാവശ്യം 1000 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 8,999. അടുത്ത പ്രാവശ്യം 7,999, 6,999, 5,999, 4,999, 3,999. എത്രാമത്തെ പ്രാവശ്യമാണ്? 8th പ്രാവശ്യമാണ്. 2,999, 6,999. അപ്പൊ ഇനി നമുക്ക് 8ാമത്തെ പ്രാവശ്യം ആയോ എന്ന് നോക്കി നോക്കാം. 1 2 3 4 5 6 7. അപ്പൊ 1 2 3 4 5 6 7 8. അപ്പൊ 8ാമത്തെ പ്രാവശ്യം ഇതാക്കിയാൽ ഏത് കിട്ടുന്ന സംഖ്യ ഏതാണ്? 2,999. If we subtract 100 instead, what would be the 5th number? അപ്പൊ ഈ 9,999 നിന്ന് നമ്മൾ 100 മൈനസ് ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും? അപ്പൊ അടുത്ത സംഖ്യ 9,899. then 8 മാറിയിട്ട് 7 ആവും.
7 മാറിയിട്ട് 6 ആവും, 5 ആവും. അപ്പൊ അഞ്ചാമത്തേന് 1 2 3 4 5. ഏതായിരിക്കും ഫിഫ്ത്ത് നമ്പർ? 9599 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഇനി നമുക്ക് 7ാമത്തെ ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം എന്താ? Among the numbers between 1000 and 1100, how many numbers end in 0? സീറോസിൽ എത്ര നമ്പർ അവസാനിക്കുന്നുണ്ട്? Among the numbers between 1000 and 100 and 1000. അപ്പൊ 100ന്റെയും 100അല്ല, 1000ന്റെയും 1100ന്റെയും ഇടയിൽ എത്ര സംഖ്യകളാണ് വരുന്നത്? അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാതും നമുക്ക് എഴുതി നോക്കാം. വേറെ എന്തെങ്കിലും സിമ്പിൾ ട്രിക്സ് ഉണ്ടോ കണ്ടുപിടിക്കാനായിട്ട്? നമുക്ക് എല്ലാ സംഖ്യകളും എഴുതി നോക്കാം. ആദ്യം എത്രയാണ്? ആദ്യം നമുക്ക് എന്താ 1000 എഴുതാം. അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്താ എല്ലാ നമ്പേഴ്സും എഴുതേണ്ട കാര്യമില്ല. എന്താണ് കാരണം? ഇവിടെ എല്ലാ നമ്പേഴ്സും എഴുതണ്ട. നമ്പേഴ്സ് end in 0 മാത്രം എഴുതിയാൽ മതി. എല്ലാ നമ്പേഴ്സും എഴുതാനാണെങ്കിൽ കുറെ സമയം പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? end in zeros വരുന്ന. അപ്പൊ 1000 കഴിഞ്ഞാൽ പിന്നെ 1001 1002 1003 1004 ഒന്നും പറ്റില്ല. പിന്നെ എന്താണ് വരിക? 1010 ആണ് 0യിൽ end ചെയ്യുക. അപ്പൊ ഇനി 1010 കഴിഞ്ഞാൽ 11 12, പിന്നെ നെക്സ്റ്റ് 1020 1030 1040 1050 1050 1060 1070 1080 1080 കഴിഞ്ഞാൽ 1090, then അത് കഴിഞ്ഞാൽ 1100. ഓക്കെ, അപ്പൊ ഇത്രയും നമ്പേഴ്സ് ആണ് 0 വെച്ചിട്ട് end ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് 8ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. Last question, if we write numbers from 1 to 50, how many times would we write to? അതായത് 1 മുതൽ 50 വരെ നമ്മൾ എഴുതുകയാണെങ്കിൽ എത്ര പ്രാവശ്യമാണ്? How many times would we write to? 2 വരുന്നത് എത്ര ടൈംസ് ആയിരിക്കും? എത്രയാണ് 1 മുതൽ 50 വരെ? അപ്പൊ 1 മുതൽ 50 വരെ വരുന്ന രണ്ടൊക്കെ നമുക്ക് എഴുതി നോക്കാം. 1 കഴിഞ്ഞാൽ 2 വരുന്നുണ്ട്, then പിന്നെ 12ലാണ് വരുന്നത്, പിന്നെ 20 21 22, ഇവിടെ 2 പ്രാവശ്യം 2 വരുന്നുണ്ട്, 23 24 25 26 27 28 29, പിന്നെ 30 കഴിഞ്ഞാൽ 31 ഇല്ല 32. ഇവിടെ നമുക്ക് മായ്ക്കാം. 29 കഴിഞ്ഞാൽ 32 32 കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? 42, പിന്നെ 52 വരുന്നത്. അത് 50നേക്കാൾ മുകളിലാണ്. അപ്പൊ how many times എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എത്ര പ്രാവശ്യമാണ്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 പ്രാവശ്യം. ഇവിടെ 2 എണ്ണം വരുന്നുണ്ട്. അപ്പൊ എത്ര പ്രാവശ്യമാണ്? 15 പ്രാവശ്യം, 15 times വരുന്നുണ്ട്. What if we write up 100? അപ്പൊ നമ്മൾ 100 വരെ എഴുതുകയാണെങ്കിൽ 100 വരെ വരികയാണെങ്കിൽ എത്ര നമ്പേഴ്സ് വരും? 100 വരെ അല്ലേ? ഇപ്പൊ 42 വരെ ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ എത്ര? 52 62 72 82 92. അപ്പൊ ഇതിൽ എത്ര വരും? ഇവിടെ 15 പ്രാവശ്യം വന്നു, 16 17 18 19 20. എത്ര ടൈംസ് വന്നു? 20 times. Okay, ഇനി എന്താ? If we count the 3s instead of 2s, would the number be same? അപ്പൊ എന്താണ്? നമ്മള് 2ന്റെ പകരം 3 വന്നാലും ഈ 15 തന്നെയാണോ കിട്ടുക? 50 വരെ നോക്കിയാൽ നമുക്ക് നോക്കി നോക്കാം. 3 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 13 ആണ്. പിന്നെന്താ? 13 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 3 വരിക 23ല് വരും അല്ലെ? 23.
പിന്നെ അത് കഴിഞ്ഞാൽ എന്താ 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40 43. അപ്പൊ ഇത് എത്ര വട്ടം വന്നു? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഇവിടെ 2 പ്രാവശ്യം ഉണ്ട്. അപ്പൊ 15 ടൈംസ് ആണ്. അപ്പൊ രണ്ടിലും എന്താണ്? സെയിം പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. കുറച്ചധികം ഉണ്ട് ഈ ലെസണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.